ശിവ, ആ തിരക്കാണോ? എങ്ങോട്ടാ? ഇല്ല, കാര്യം പറ. നീ ഇത് പറഞ്ഞ വിശ്വസിക്കാന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എന്റെ മൈൻഡ് പറഞ്ഞ് നിന്നോട് പറയാം. നീ കാര്യം പറ പെണ്ണേ. ഇന്നലെ രാത്രി ഒരു 2 മണിയായപ്പം എനിക്ക് ദാഹിച്ചു. അപ്പം ഞാൻ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോൾ മുത്തശ്ശിയുടെ മുന്നിൽ ലൈറ്റ് ഓണായി കിടക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു പെണ്ണവിടെ തിരിഞ്ഞേക്കുന്നു. എന്നിട്ട് എന്നെ കണ്ടിട്ട് പറയുവാ, ഒന്ന് പോവെന്നെ ചുമ്മാ. എനിക്കറിയാം നീ വിശ്വസിക്കാനാണ്. ടൈം വേസ്റ്റ് ആക്കണ്ട, വയ്ക്കോ. അല്ലേടി കുരിപ്പേ നിന്നെ. പറ. അല്ലേലും നീ ഒന്നല്ല ചോദിക്കേ, ആരെന്നെ വിശ്വസിക്കാൻ നീ ഇത് പറഞ്ഞ? നീ നിന്നെ കണ്ടുപോലും. ഞാൻ മുഴുവനെ തള്ളിക്കളയുന്നില്ല, കാരണം അമ്പലക്കുളവാ. അപ്പം മോനെ നീ വിശ്വസിച്ചോ? അത് തന്നെ. എന്ത്? പ്രേതം. ദേ കൈ നിവർത്തിന്ന് തന്നാണ്ടല്ലോ. അല്ല, നീ രാവിലെ അങ്ങോട്ട് കെട്ടി ഒരുങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട്. റിഗ്രറ്റ് അടിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോവാണോ? ഞാനെന്താ റിഗ്രറ്റ് അടിച്ച് സൂയിസൈഡ് ചെയ്യണം? അല്ല, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇന്ന് അമ്പലത്തിൽ വന്നേ, അതുകൊണ്ടല്ലേ ഞാൻ കുളത്തിൽ വീണേ. പിന്നെ പാലശ്രീഘട്ടത്തുനിന്ന് ഞാൻ നിന്നെ തള്ളിയിട്ടാണ്. നോക്കി കണ്ടൊക്കെ നടക്കണം. നീ വയ്ക്കോ, അതാ എനിക്ക് നിനക്ക് നല്ലത്. ഞാൻ പോ. ശരി. ശരി. ഞാനെന്തൊരു ഇപ്പോൾ പോയി പറഞ്ഞേ? ഞാനെന്തൊരു തിരിച്ച് പോയി പറഞ്ഞേ? ട്രെയിൻ താമസിച്ചാണ്. സെൽവി ഇവിടെ. നീ ഇങ്ങ இருக்கா? After 1 year. സത്യം, നീ ജിമ്മത്തിയായി പോയല്ലോ, മസിലും തടിയും. Tell me, how do I look? നല്ല ഇരിക്കാ. ഉനക്ക് തമിഴ് തെരിയല. അതെ, ബസ് നിനക്ക് വേണ്ടി കൊടുത്തരം പറയും. ബാ വീട്ടിൽ പോയി എല്ലാവരും നോക്കിയിരിക്കും അവിടെ. ഇല്ലേ? വീട്ടിലെല്ലാരും നല്ല ഇരിക്കാ? ഒരാളൊഴിച്ച് ബാക്കി എല്ലാവർക്കും സുഖ. അത് ആര്? ഞാൻ. ഉനക്ക് എന്നാച്ച്? തറവാട്ടിലൊരു സാധനം വന്ന് പെട്ടിട്ടുണ്ട്. അത് വന്നപ്പോ തന്നെ സുഖം പരമ സുഖം. എനിക്ക് പുരിയല്ലായി. പറയാനാണ് ഒരുപാടുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ആദ്യം ഫോൺ വിളിച്ച് പെണ്ണത്തേര് വിളിച്ച് വഴക്കുണ്ടാക്കി. പിന്നെ നാട്ടിൽ ഉത്സവം കൂടാൻ വന്നപ്പോ എന്റെ ചെവള ഇടിച്ച് പൊളിച്ച്. അത് പിന്നെ ഞാൻ പറഞ്ഞ വാക്കാന്ന് വിചാരിക്കാം. പിന്നെ രാവിലെ വെറും വയറ്റി പാല് കുടിച്ച വയറിളക്കം വരുമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. പിന്നെ എനിക്ക് വയറിളക്കം വന്നു. ആ കുരിപ്പ് പറഞ്ഞ നേരെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ചെന്നപ്പോ അല്ലായിരുന്നേ അവള് വിമ്മ എന്നൊക്കെയതെന്ന്. എനിക്കറിയാൻ എന്തെങ്കിലുമൊക്കെ പണി തരുമെന്ന്. പിന്നെ ഞാൻ തിന്നെ ഇറങ്ങി അന്തന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് എന്റെ തലവഴി ഒഴിച്ചു. അങ്ങനെ ഒരുപാട് എന്റെ പൊന്നോ അമ്മയച്ചാതെ ഞങ്ങൾ എന്തോരം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ തറവാട്ടി വന്ന പിന്നെ എനിക്ക് വിശ്രമിക്കാൻ ഒരു ഇഞ്ച് സമയം കിട്ടില്ല. ദയാ കുരിപ്പ്, വേണേ പോയെന്ന് പരിചയപ്പെട്ടോ. Hi, my name is Selvi and you? Hi, my name is Devika S. Oh, ഉനക്ക് തമിഴ് தெரியுமா? नहीं. അത് ഹിന്ദി അടി പൊട്ടി. ഓ ഇല്ല. റിയലി? ഈ തറവാടിന്റെ ബാക്ക് സ്റ്റോറി എന്താ? അതൊരു വലിയ സ്റ്റോറിയാ. ഞാൻ വേണ്ടി ചുരുക്കി പറയാം. ഞങ്ങളുടെ വീടിന്റെ എല്ലാം എന്റെ മുത്തശ്ശി. ഇപ്പൊ കാണുന്ന പോലെ മുത്തശ്ശിക്ക് 2 മക്കളല്ലായിരുന്നു, 3 മക്കളായിരുന്നു. 3ാമത്തെ മോളായിരുന്നു. അങ്ങനെ അവള് വളർന്ന് വലുതായി. ശിവയുടെ അച്ഛനമ്മ ലവ് മാരേജ് ചെയ്ത് കല്യാണം കഴിച്ചതിന്റെ പുറകെയായിരുന്നു ഈ മാമയും കൂടെ. പുള്ളിക്കാരെയും കൂടെ ലവ് മാരേജ് ചെയ്ത് കല്യാണം കഴിക്കുന്നപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര കലിപ്പായി. ഏറ്റവും ലാസ്റ്റ് ഭയങ്കര വഴക്കായി. ഏറ്റവും ലാസ്റ്റ് ഇവർ 2 കൂടെ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിൽ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമുണ്ടായി. എന്നാൽ അതൊക്കെ മറന്ന് മുത്തശ്ശി ഇവരെ വിളിച്ചേറ്റി താമസിപ്പിച്ചവിടെ. അത് കഴിഞ്ഞൊരു ഉത്സവമൊക്കെ ആവറായി കഴിഞ്ഞപ്പോഴത്തേക്കിനും വീട്ടിൽ മുടിഞ്ഞ വഴക്ക്. ആദ്യ ഈ സ്വത്തിന്റെ കാര്യം പറഞ്ഞോണ്ടാ. അന്ന് ഈ 3ാമത്തെ മോൾക്കൊരു മോനുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴക്കുണ്ടാക്കി ഇവർ അവരുടെ സ്വന്തം വീട്ടിലോട്ട് പോയി. 1 മാസം അങ്ങനെ കഴിഞ്ഞു. മുത്തശ്ശിക്ക് ഡിപ്രഷൻ കയറിയിട്ട് ഒന്നും വയ്യാണ്ടായിപ്പോയി. ഏറ്റവും ലാസ്റ്റ് സൈഗ ഇട്ടിട്ട് എൻ്റെ അച്ഛൻ പോയി അവനെ വിളിച്ചു. വരണ്ടേ? ഏറ്റവും ലാസ്റ്റ് അവര് മനസ്സുമാറി തിരിച്ചു വരികയായിരുന്നു. അന്ന് പാണ്ടിലൂർ ഇടിച്ച് അവരുടെ കഥ കഴിഞ്ഞു.